എല്ലാരും ചൊല്ലണ്. എന്തു പറ്റിയ സഖാവ്? വണ്ടി കേടായോ അതോ പെട്രോൾ തീർന്നു പോയോ? പെട്രോൾ തീർന്നതൊന്നുമല്ല, വണ്ടി കേടായതുമല്ല. ഇത്രയും കാലം ഈ സ്കൂട്ടർ ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയതല്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇതിനെ തള്ളിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അത് നല്ല തീരുമാനം. വല്ലപ്പോഴും സ്കൂട്ടറിനും വേണ്ടേ ഒരു വിശ്രമമൊക്കെ. സഖാവേ, പെട്രോൾ തീർന്നാണെങ്കിൽ ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ഒരു ക്യാൻ എടുത്ത് തന്നാൽ മതി. ഹോ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. എടോ, അതൊന്നുമല്ല പ്രശ്നമെന്ന്. എൻ്റെ പൊന്ന് സഖാവേ, താങ്കളെ ഞാൻ ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയൊന്നുമല്ലല്ലോ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ, എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം. ദേ, തൻ്റെ സഹായം ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും ഞങ്ങൾ സഖാക്കളെ സംഖ്യയുള്ള സഹായം വാങ്ങാറില്ല. അല്ലേലും രാഘവേട്ടനോട് എന്തിനാ നമുക്ക് രാഷ്ട്രീയം? അത് നമ്മുടെ ബന്ധുവല്ലേ. എന്തായാലും തന്നോട് ഞാൻ സത്യം പറയാം, ഇത് പുറത്താരോടും പറയരുത് കേട്ടാ. ഇല്ല സഖാവേ, ഞാൻ പുറത്ത് ആരോടും പറയില്ല. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്താ സത്യം എന്ന് വെച്ചാൽ എന്നോട് പറ. എടോ, കാശിനിപ്പോൾ അല്പം ബുദ്ധിമുട്ടിലാണ്. ഈ മാസം ഇതുവരെയായി ശമ്പളം കിട്ടിയിട്ടില്ല. കുറച്ച് പൈസ ഉണ്ടായിരുന്നത് സൊസൈറ്റി കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തു. മാസാമാസം അതിൽ നിന്ന് പലിശ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതും സ്വാഹ. ഇതൊന്നും നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ലല്ലോ. സർക്കാർ ജോലിയല്ലേ, എല്ലാവരും പരിഹസിക്കും. ഇതിലിപ്പോൾ എന്തുട്ട് അത്ര പരിഹസിക്കാനുള്ളത്? ഇതിപ്പോൾ നിങ്ങളുടെ കുറ്റമൊന്നുമല്ലല്ലോ. സർക്കാർ പാപ്പരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഖജനാവിൽ പൂച്ച പറ്റിയെടുക്കുന്നതാണ് പൊതു സംസാരം. ഭരിക്കാൻ അറിയാൻ വയ്യാത്തവരുടെ കഴിവുകേട് മൂലം ഇപ്പം ജനങ്ങളും പാപ്പരായി തുടങ്ങി. പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും മുടങ്ങിയിട്ട് മാസങ്ങളോളമായി. കടം മേടിച്ച് തിന്ന് ഓരോ മലയാളികളും ലക്ഷങ്ങളുടെ കടക്കാരായി മാറി. കലികാല വൈഭവം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്.